പ്രജിത, ഇന്ന് രണ്ട് മനോഹരമായ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഒന്ന് ഗണേശന്റെയാണ്. ഗണേശൻ പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ പറഞ്ഞു, NSSന്റെ സുകുമാരപിള്ള സാറ് പറഞ്ഞു, ഇവരെല്ലാവരും സംസാരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ് അടച്ചാക്ഷേപിച്ചു. അപ്പോൾ ഗണേശനോട് ചോദിച്ചു, ഗണേശൻ ചിലപ്പോഴൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കും, അല്ല അയാൾ നല്ലൊരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം സംസാരിച്ച ആ വീഡിയോ ക്ലിപ്പ് നമ്മളിലുണ്ട്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം, പ്രേക്ഷകർക്ക് ഒരല്പം കാണിച്ചു കൊടുക്കാം. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. അവരെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. അവരെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായം, ആ സഹോദരിമാർക്കുള്ള സഹായം ഞങ്ങൾ 2 മാസം മുമ്പ് റെഡിയായതാണ്. പക്ഷേ അവരുടെ ഒരു ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അവരെല്ലാം ബന്ധുക്കളെല്ലാം എഴുതി കൊടുത്തതനുസരിച്ച് അവർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ വെച്ച് KSRTCയുടെ ഇൻഷുറൻസിൽ നിന്നാണ് പണം കൊടുക്കുന്നത്. അത് 2 മാസം മുമ്പ് റെഡിയായി. പക്ഷേ ഇവരുടെ ഒരു പേപ്പർ റെഡിയാകാത്തതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. MLA നിരന്തരമായി അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ്. പുതിയ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ കൈമാറുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മുടെ ഇഷ്ടമല്ലോ. ഞാൻ പോലിക്കാറില്ല, എനിക്ക് അത്രയും അറിയാം. ഈ ഹിന്ദുമതത്തിലെ ക്ഷേത്രങ്ങളിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ പരിഷ്കരണം വേണമെന്നുള്ള ആവശ്യം SNDPയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. NSS അത് വേണ്ടതല്ല, ഒരു പരിഷ്കരണം ആവശ്യമുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ? ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ്. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ. ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂരമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്, ഓരോ സമുദായത്തിന്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് തൊഴാൻ കയറാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടെടുത്തോണ്ടേ കയറാൻ പറ്റുള്ളൂ. അവിടെ ചുരിദാർ പോലും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഈ പറയുന്ന ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായി പോകുന്ന ആൾക്ക് അവിടുത്തെ ആചാര മര്യാദകൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾ പ്രാർത്ഥിക്കാൻ പോകണ്ട. അതെന്ത് ലോജിക്കായിട്ടുള്ള ഒരു മറുപടി അല്ലേ? കറക്റ്റായിട്ടുള്ള മറുപടിയാണ്. ഇപ്പോൾ എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകണം, അല്ലെങ്കിൽ പ്രജിതയ്ക്ക് പോകണം, പ്രജിതയുടെ ഹസ്ബൻഡിന് പോകണം. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഹസ്ബൻഡിന് ഈ പറയുന്ന രീതിയിലുള്ള അത്തരം വേഷങ്ങൾ മാറ്റുന്നതിനോട് വേഷങ്ങളോട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പ്രജിത സ്നേഹത്തോടെ പറയുന്നു, ഭർത്താവെ നിങ്ങൾ അവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ ചേട്ടാ അവിടെ ഇരുന്നോളൂ, ഞാൻ പോയി തൊഴുതിട്ട് വരാം. ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് വരുന്നത്, അത് അവർ ചുരിദാർ മാറ്റാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചുരിദാർ മാറ്റേണ്ട, മുണ്ട് കൊടുക്കണ്ട, ഇവിടെ ഇരുന്നോ, ഞാൻ പോയി തൊഴുതിട്ട് വരാം എന്ന് എനിക്ക് പറയാം. അത് എൻ്റെ തീരുമാനമാണ്. അത്തരത്തിൽ ഒരു ക്ഷേത്രത്തിൽ, ഇപ്പോൾ ശബരിമലയിൽ മുണ്ടുടുക്കാം, 2 ജാക്കറ്റോ 3 ജാക്കറ്റോ ഇടാം, പാൻസ് ഇടാം, ഏത് ജാതി മതസ്ഥൻ ഏത് മനുഷ്യർക്ക് വേണോ തൊഴാൻ കയറാം. ഇങ്ങനെ ഓരോന്നും ഗുരുവായൂർ പറയുന്നു, ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അത് കറക്റ്റാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ആചാര മര്യാദ എന്ന് പറയുന്നത് തന്ത്രിയെ വെക്കുക, ആ ക്ഷേത്ര തന്ത്രിയെ കൊണ്ട്, ഒരു ക്ഷേത്രത്തിന് തന്ത്രി ഉണ്ടാവും, ആ തന്ത്രിയെ വെക്കുക, ആ തന്ത്രി പറഞ്ഞ് ഗണിച്ചതിന് ശേഷം അവരുടെ ആചാര മര്യാദകൾ പാലിച്ചേ പറ്റുള്ളൂ. അവിടെ ഇരിക്കുന്ന ദേവവിഗ്രഹത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ വേണം, അല്ലെങ്കിൽ ദേവന് വേണം എന്ന് പറയുമ്പോൾ അതിനെ അനുസരിക്കാൻ പറ്റുന്നത് അനുസരിച്ചാൽ മതി. അതായത് തന്ത്രി പറയുന്ന രീതിയിൽ തന്ത്രി മാത്രമല്ല, അവർക്കൊരു ഈ പറയുന്ന ഒരാളുണ്ട്, അവർക്കൊരു ക്ഷേത്ര തന്ത്രി മാത്രമല്ല, അവർക്ക് ഉണ്ടാവും, അവർ തീരുമാനിക്കും. അപ്പൊ ഒരു ക്ഷേത്രത്തിന്റെ വിഗ്രഹം വെക്കുന്നത് മുതൽ, അവിടെ ഒരു ദൈവസങ്കല്പം വെക്കുന്നത് മുതൽ, ആ ക്ഷേത്രത്തിന്റെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ ഉണ്ടാകണമെന്നും ആ മൂലവിഗ്രഹത്തിൽ എന്തൊക്കെ ഉണ്ടെന്നും നമ്മൾ ജനിച്ച മനുഷ്യന്റെ ഉത്ഭവകാലം മുതൽ ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായ കാലം മുതലുണ്ട്. അതിന് ഇനി ഈ നൂറ്റാണ്ടിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതാത് ക്ഷേത്രത്തിൽ പോയി നീ അവിടെയുള്ളവർ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് അവർക്ക് പറ്റുമെങ്കിൽ അവർ മാറ്റിക്കോട്ടെ. അതായത് തന്ത്രിമാർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ക്ഷേത്രം. അതിൽ ഉടനെ ഗണേശൻ പറഞ്ഞ കറക്റ്റ്. അതാത് ക്ഷേത്രത്തിന് അതാത് നിയമങ്ങളുണ്ട്, ആ അതാത് നിയമങ്ങളിൽ ഉള്ളവർ അത് പാലിക്കട്ടെ. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചു, അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല, അത് അദ്ദേഹത്തിൻ്റെ പോയി ചോദ്യം, അദ്ദേഹം പറയട്ടെ എന്ന് യുക്തിപരമായി മാറി.
എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഞാൻ അത് ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല. അല്ല, അതിനകത്ത് നമ്മൾ തന്നെ ചർച്ചയ്ക്കെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അതിന് ഒരു സന്യാസി SNDP സന്യാസി കയറി പിന്നെ വേറെ രീതിയിൽ പറഞ്ഞു, അതിന് മറ്റൊരു തരത്തിൽ സുകുമാരൻ നായർ പറഞ്ഞു, അങ്ങനെ അത് തമ്മിൽ അടിയായി. അതായത് ചേട്ടാ, എല്ലാ കാര്യത്തിനും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ചർച്ചയിലും പറഞ്ഞത് ആ പരിപ്പ് ഇവിടെ വേവിക്കണ്ട എന്നുള്ളത് തന്നെയാണ്. അത് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉള്ള പരിപ്പായിട്ട് വേവിക്കണ്ട, അത് പലരും പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ വല്ലവർക്കും വേണ്ടിയുള്ള പരിപ്പ് ഇവിടെ വേവിക്കണ്ട, അതത് തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറയാനുള്ള ഒരു ചങ്കുറപ്പ് വേണമെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു കാര്യം. ഞാൻ ഈ കാര്യം പറയുമ്പോൾ വേറൊരു സംഗതി കൂടെ പറയാം. നമ്മുടെ കെ മുരളീധരൻ സംസാരിച്ച ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ അമ്പലങ്ങളിൽ ഷർട്ടിട്ട് കയറുന്ന ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയാണ്. ഇപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ ഷർട്ടിട്ട് കയറാം, എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഷർട്ടിടാറില്ല. തൃശ്ശൂരിൽ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ഷർട്ടിടാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിമാരാണ്. തന്ത്രിമാർക്കാണ് ക്ഷേത്ര കാര്യങ്ങളിൽ പൂർണ്ണ അധികാരം. പക്ഷേ തന്ത്രിമാർ തീരുമാനം എടുക്കുന്നത് ദേവപ്രശ്നം നോക്കിയിട്ടാണ്. ഇതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അല്ലാതെ ഇത് രാഷ്ട്രീയം പോലെ അങ്ങ് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നോക്കി തീരുമാനം എടുക്കണം, അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അതല്ലാതെ അതിൽ കയറി പരിഷ്കാരങ്ങൾ വരുത്താൻ നിൽക്കണ്ട. ഇപ്പോൾ കാലം മാറിയനുസരിച്ച് പരിഷ്കാരങ്ങൾ വരുത്താൻ ചിലപ്പോൾ ഷർട്ടിട്ട് കയറണം എന്ന് പറയുന്നതിൽ നാളെ ചില പാൻറ് ഇട്ട് കയറണം എന്ന് പറയും. പിന്നെ തൊഴുകൽ പഴയ രീതിയാണ്, അതുകൊണ്ട് ഹായ് എന്ന് പറയൂ ആരെങ്കിലും. കെ മുരളീധരൻ വളരെ തമാശയായിട്ടാണ് പറഞ്ഞത്. അതായത് ഈ പറയുന്ന പോലെ ക്ഷേത്രങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആറ്റുകാൽ അങ്ങനെയാണ്, പിന്നെ ഗുരുവായൂർ ഇങ്ങനെയാണ്, തൃശ്ശൂരുള്ള ഒത്തിരി ക്ഷേത്രങ്ങൾ ഷർട്ടിടാതെ കയറാൻ പറ്റുള്ളൂ, ഷർട്ടിട്ട് കയറാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് അങ്ങനെയാണ്, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടില്ലാണെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് കയറി ദൈവവിഗ്രഹത്തെ നോക്കിയിട്ട് ഹലോ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരും. അപ്പനെ കയറി ഇടവെന്ന് വിളിക്കണ പോലെ ആയി പോകും എന്നുള്ളതാണ് മുരളീധരന്റെ നർമ്മം കലർന്ന ഭാഷയിൽ പ്രസംഗങ്ങളെല്ലാം നർമ്മം കലർത്തിയാ പറഞ്ഞ. ഇനി വന്ന് പരിഷ്കാരം കൂടി ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് ഹലോ ഹായ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്റ്റൈൽ ഉണ്ടാകും. അതിലെന്താണ് വിഷയമെന്ന് ചോദിച്ചാല്, ഈ നവോത്ഥാനമൊക്കെ വരുന്നത് ഒരു വഴിയെ മാത്രമാണോ എന്നുള്ളതിലേക്കാണ് എന്റെ ചിന്ത ഇപ്പോഴും പോകുന്നത്. അല്ല പ്രജിത, അതിനകത്ത് ഒരു ഒരു നല്ല പോയിന്റ് ഉണ്ട്. ഗണേശൻ പറഞ്ഞതുപോലെ ഇപ്പം മുസ്ലിം പള്ളിയിൽ പോകുന്നു, ഞാനൊരു ഹിന്ദു മത വിശ്വാസിയാണ്, അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പം ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നമ്മൾ ജനിച്ച മതം നമ്മുടെ ജാതി ഒക്കെ ഉണ്ട്, ജാതിക്ക് വരെ ഉണ്ട്. ഇവിടെ കൊച്ചി തന്നെ പല ക്ഷേത്രങ്ങൾ വേറെ ഹിന്ദു സമുദായത്തിലെ ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ നമ്മളൊരു മുസ്ലിം ക്ഷേത്രത്തിൽ പോയാൽ എനിക്ക് കയറണം. അതിനകത്ത് ക്ഷേത്രത്തിൽ ഈ പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാരൻ നിസ്കരിക്കാൻ കയറുമ്പോൾ എനിക്ക് കൂടെ കയറേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു, ദിവസം 5 നേരം നിസ്കരിക്കുന്നവന്. അപ്പം നമ്മൾ കയറുകയാണെങ്കിൽ അവിടുത്തെ ആചാര മര്യാദകൾ കൂടെ നമ്മൾ പാലിക്കും എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് കയറിയാൽ നമ്മൾ ആചാര മര്യാദ അതിനകത്ത് പാലിക്കണം. അല്ലാതെ അവൻ നിസ്കരിക്കുമ്പോൾ ഞാൻ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഉച്ചയും കുത്തി നിൽക്കുള്ളൂ എന്നൊക്കെ തീരുമാനമുള്ള ഞാൻ അതിനകത്ത് കയറണ്ട. അതും ഗണേശൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാമല്ലോ. ഒരു കാര്യത്തിന് നമുക്ക് അതായത് എന്താ പറയാ, ബഹുമാനിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാനുള്ള ഒരു സംഭവമാണ്. ഇത് നിന്ദിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വിഭാഗം. അതിനകത്ത് നമ്മൾ ഈ ഹിന്ദു സമുദായത്തിനെ എവിടെയും കയറി അടിക്കാനായിട്ട് ഇങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ ഹിന്ദു ജാതി, എനിക്ക് ജാതിയും മതവും അങ്ങനെ എന്നുള്ള ഒരാളല്ല. ഞാൻ അങ്ങനെ ഒരു ചിന്താഗതിയെ വിശ്വാസം വിശ്വാസി തന്നെയാണ്. ഞാൻ സനാതനധർമ്മ വിശ്വാസിയാണ്. പക്ഷെ അത് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ജാതി മതസ്ഥരെയും എല്ലാ ഇപ്പം എല്ലാവരെയും ഉൾക്കൊള്ളാൻ മനസ്സ് ഉണ്ട്. അപ്പൊ ഈ ഹിന്ദു സമുദായത്തിൽ കയറി പറയുമ്പോൾ ഇപ്പൊ ഗണേശൻ പറഞ്ഞതുപോലെ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാര മര്യാദയുണ്ട്, ആ ക്ഷേത്ര തന്ത്രിയുണ്ട്. അവിടെയുള്ളവർ ആലോചിക്കട്ടെ, അവിടെയുള്ളവർ പറയട്ടെ, അവർ ചെയ്യട്ടെ. അതിൽ ഇനി ആരും കയറി കൈയെടുത്തേണ്ട കാര്യമില്ല. ഒറ്റ മറുപടിയാണ്, ആ മറുപടി കറക്റ്റാണ്. അതിലപ്പുറം ഇനി വേറെ ഇനി ആര് ബ്ലാ 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 പറഞ്ഞാലും ഒന്നുമില്ല. പിന്നെ മറ്റു സമുദായത്തിനെ കയറി കിളയ്ക്കാൻ പോകുമ്പോൾ അവരും ഇതേപോലെ വരും. കാര്യം അവരുടെ സുന്നി വിഭാഗം, അല്ലെങ്കിൽ അവരുടെ ജമാഅത്തി, അല്ലെങ്കിൽ ഷിയ, അല്ലെങ്കിൽ വേറെ കാന്തപുരം, അവരുടെയൊക്കെ പള്ളികളിൽ എത്ര സ്ത്രീകൾ പള്ളികളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. കല്യാണം പോലും സ്ത്രീകളെ കാണിക്കാത്ത നടക്കുന്ന കല്യാണം. സുജയ അവിടെ ഇരുന്ന് സുജയ അരുൺകുമാറിനോട് പറയുന്നുണ്ട്, പള്ളികളിൽ നിസ്കരിക്കാൻ കയറും, അങ്ങനെ ഒരു നവോത്ഥാനം വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന്
അതാണ് പറയുന്നത്. അവരുടെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ തീരുമാനമുണ്ട്. അവരുടെ സമുദായം പർദ്ദയിടുന്നവരുണ്ടെങ്കിൽ അവർ പർദ്ദയിടും. അവർ ദീക്ഷ വളർത്തുന്നവരുണ്ട്, മേൽമീശ എടുത്തിട്ട് ദീക്ഷ വളർത്തുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, നിസ്കരിക്കാത്ത സ്ത്രീകളുണ്ട്, കല്യാണം കൂടാതെ കല്യാണം കൂടാൻ സമ്മതിക്കാത്ത സ്ത്രീകളുണ്ട്, എത്രയോ മുഖം മറച്ചിട്ടുള്ള സ്ത്രീകളുണ്ട്, എത്രയോ സ്ത്രീകളുണ്ട്. എല്ലാം ഒരു വിശ്വാസം. വിശ്വാസവും ആചാരങ്ങളെയൊക്കെ അതിൻ്റെതായ വഴിയെ വിടുക എന്നുള്ളത് അത് കറക്റ്റാണ്. കാര്യം നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരം. ഇപ്പൊ ഹിന്ദു തന്നെ പല ജാതി മതസ്ഥരുണ്ട്. ഈ ജാതി മതസ്ഥർക്ക് അവരുടെ ക്ഷേത്രങ്ങളുണ്ട്. അവരുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾ ആ ക്ഷേത്രങ്ങൾ പറയുന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോകും. എന്തിനു വെറുതെ വിവേകാനന്ദൻ പറയുന്ന പോലെ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ല ചേട്ടാ, ഇതൊക്കെ നവോത്ഥാനം എന്ന് പറയുമ്പോഴും ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വരുമാനമൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് മറന്നു പോകരുത്. അതായത് ഈ ഇവിടുത്തെ ഖജനാവിലേക്കാണ് പോകുന്നത്. ഇതുപോലെ ഏതൊരു വിഭാഗത്തിന്റെ വിശ്വാസ കേന്ദ്ര ആരാധനാലയങ്ങളിൽ നിന്ന് ഫണ്ട് ഖജനാവിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം അതിൽ പറയാൻ ഇവിടെ കൊച്ചിയിൽ തന്നെ അധികാര തർക്കത്തിന്റെ പേരിൽ പള്ളികൾ തമ്മിലുള്ള തർക്കമൊക്കെ അറിയാമല്ലോ. ഇന്ന സമുദായത്തിന്, ആ സമുദായത്തിന്, ഈ സമുദായത്തിന്. അത് സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയിരിക്കുന്ന സംഭവമുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ഫണ്ട് കൂടുതലാണ്. അവിടെ വരുന്ന ഈ കാശൊക്കെ അവിടെ ഗവൺമെന്റ് കിട്ടുന്നുണ്ടോ? എവിടെ കിട്ടുന്നുണ്ട്? ഒരാൾ രണ്ടുപേരെ കൊല്ലുകയോ, ഒരു കൂട്ടം ആൾക്കാരെ സ്ഫോടനം, അതിൽ എന്തോ ബാറ്ററി ബോംബ് വെച്ച് കൊന്നൊരു കഥയില്ലേ? ഒരാൾ ഇവിടെ കൊച്ചിയിൽ ഒരാൾ അങ്ങനെ ചെയ്തല്ലോ, ആലുവയില്. അതൊക്കെ എന്തുവായിരുന്നു? അതൊക്കെ എന്താണ് ഈ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പ്രൈത പറഞ്ഞ പോലെ ശബരിമല സീസൺ വരുന്നു. എത്ര കോടി രൂപയാണ് ഈ വരുമാനം? പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. ഇത് ആർക്കാ പോണേ? ഈ വരുമാനമൊക്കെ വേണമെങ്കിൽ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി എടുക്കാം. ഇതൊക്കെ ചെയ്യാം. അതൊന്നും ചെയ്യാതെയാണ് ഈ ദേവസ്വം ബോർഡിനെ TGയുമായി പല ചർച്ചകളിൽ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് TG പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡിന് ഇന്ന് കൃത്യമായ കണക്കില്ല. ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്ര ക്ഷേത്രങ്ങളുണ്ടെന്ന്, ദേവസ്വം ബോർഡിന് കീഴിൽ എത്ര ക്ഷേത്രങ്ങളിൽ എത്ര വരുമാനമുണ്ടെന്ന് കൃത്യമായി അറിയില്ല. ഈ ശബരിമലയിൽ തന്നെ നോട്ടും ചില്ലറയൊക്കെ എണ്ണാൻ നിൽക്കുന്ന എത്ര പേര് എത്ര രൂപ അടിച്ചു മാറ്റണമെന്ന് ആർക്കറിയാം? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേണ്ട. എല്ലാവർക്കും കയറി കൊട്ടാൻ ഒരു ചെണ്ട അതല്ല സനാതനധർമ്മ വിശ്വാസം. അത്രയേ ഉള്ളൂ. കാര്യം മുഖ്യമന്ത്രി പറഞ്ഞെടുത്ത് തന്നെ ഈ പോയിന്റ് പോയി നിൽക്കും. കാര്യം ഗണേശനെ പോലൊരാള്, ഗണേശ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരാളാണ്, അദ്ദേഹത്തെ കുരുക്കാനായി ചോദിച്ചിരുന്നു.